നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് നാരായണൻ. ആദ്യം പ്രധാന വാർത്തകൾ. അഞ്ചംഗ കുടുംബത്തിന്റെ തിരോധാനം, ദുരൂഹതകൾ അഴിയുന്നു. ഉദയന്റെ ഭാര്യ സഹോദരി പീഡനത്തിനിരയായി. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനം, നാടെങ്ങും വിവിധ പരിപാടികൾ. KSRTCയെ സംരക്ഷിക്കണമെന്ന ആവശ്യം, AITUC വടക്കൻ മേഖലാ ജാഥയ്ക്ക് കാസർകോട്ട് തുടക്കം. ജനങ്ങളുടെ ആവശ്യങ്ങൾക്കു നേരെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മുഖം തിരിക്കുന്നുവെന്ന് ആക്ഷേപം, അതൃപ്തിയുമായി 5ാം ധനകാര്യ കമ്മീഷൻ. ഹരിതവനം പദ്ധതിക്ക് തുടക്കം, സംസ്ഥാനതല ഉദ്ഘാടനം കാസർകോട്ട്. പച്ചപ്പിലേക്ക് കയ്യൊപ്പ് ചാർത്തി വിദ്യാർത്ഥികൾ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. അഞ്ചംഗ കുടുംബത്തിന്റെ തിരോധാനത്തിന്റെ ദുരൂഹതകൾ അഴിയുന്നു. ഉദയന്റെ ഭാര്യ സഹോദരി പീഡനത്തിനിരയായതായി വൈദ്യപരിശോധനാ റിപ്പോർട്ട്. ഉദയനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബദിയടുക്കയിൽ നിന്ന് കാണാതായ കുടുംബത്തെക്കുറിച്ച് പോലീസിന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. കുടുംബനാഥനായ ഉദയന്റെ പ്രായപൂർത്തിയാകാത്ത ഭാര്യ സഹോദരി പീഡനത്തിന് ഇരയായതായി വൈദ്യപരിശോധനയിൽ തെളിഞ്ഞു. ആദ്യമൊക്കെ ഇവരുടെ തിരോധാനത്തെക്കുറിച്ച് പല കഥകളും നാട്ടിൽ പ്രചരിച്ചിരുന്നു. പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിലാണ് പീഡന വിവരം പുറത്തു വന്നിരിക്കുന്നത്. ഉദയനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബദിയടുക്കയിൽ നിന്ന് കാണാതായ കുടുംബം തിരിച്ചെത്തിയെങ്കിലും ഇനിയും ഇവരെ ചുറ്റിപ്പറ്റി നിരവധി ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ സെമിനാറും ചിത്രപ്രദർശനവും മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ലഹരി ഉപയോഗിക്കുവാൻ പാടില്ല എന്നുള്ള വാശിയിൽ തന്നെയാണ് നമ്മുടെ സർക്കാർ. അപ്പോൾ ഏത് പ്രതിസന്ധി അതിജീവിക്കേണ്ടി വന്നാലും തിരക്കേടില്ല, മദ്യം നമ്മുടെ സംസ്ഥാനത്ത് വിളമ്പാൻ പാടില്ല എന്ന ഒരു ഉറച്ച തീരുമാനമാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളത്. അപ്പൊ അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ഏത് സർക്കാരായാലും അതുപോലെയുള്ള തീരുമാനം എടുക്കും. ആ തീരുമാനം പ്രാവർത്തികമാക്കാൻ സാധിക്കണമെങ്കിൽ ആ തീരുമാനം അത്തരത്തിലുള്ള ഒരു തീരുമാനം നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കുന്ന ആശിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയണമെങ്കിൽ സർക്കാരുകൾ വിചാരിച്ചാൽ മാത്രം സാധിക്കുകയില്ല. ജനങ്ങളാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. മുനിസിപ്പൽ ചെയർമാൻ TE അബ്ദുള്ള അധ്യക്ഷനായി. ലഹരി വിരുദ്ധ സന്ദേശ പ്രതിജ്ഞ കലക്ടർ PS മുഹമ്മദ് സഗീർ ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ DVC രാഘവൻ, പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് MO വർഗീസ്, E ചന്ദ്രശേഖരൻ നായർ, M ശ്രീധരൻ, D ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ NG രഘുനാഥൻ നായർ ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു. കാസർഗോഡ് GHSSലെ സീഡ് പ്രവർത്തകർ വിവിധ കലാപരിപാടികൾ, തെരുവ് നാടകം എന്നിവ അവതരിപ്പിക്കുകയുണ്ടായി. ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി കുഞ്ചത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നിരവധി വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ പങ്കെടുത്തു. കുഞ്ചത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ലഹരി വിരുദ്ധ ദിന പരിപാടികൾ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നുസ്രത് ജഹാൻ ഉദ്ഘാടനം ചെയ്തു. കുഞ്ചത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുതൽ ഉദ്യാവര, മാട വരെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, സ്റ്റുഡൻസ് പോലീസ്, മഞ്ചേശ്വരം പോലീസ് എന്നിവർ സംയുക്തമായി റാലി നടത്തി. ദിനേശ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ ജൂനിയർ SI ശിവലാൽ പതാക ഉയർത്തി. അഡീഷണൽ SI ഭാസ്കരൻ ക്ലാസ് എടുത്തു. ദിനേശ് V, ബാലകൃഷ്ണ ഭട്ട്, അനിത PG, സുരേഷ് MJ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളിൽ യോഗ പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായി ദ്വിദിന ശിബിരം തുടങ്ങി. കാഞ്ഞങ്ങാട്ട് അമൃത വിദ്യാലയത്തിലാണ് ശിബിരം ആരംഭിച്ചത്. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ഉന്നതി ലക്ഷ്യമിട്ട് യോഗയെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുന്നതിനായാണ് ശിബിരം സംഘടിപ്പിച്ചത്. യോഗയുടെ പ്രാഥമിക പാഠങ്ങൾ 2 ദിവസങ്ങളിലായി നടക്കുന്ന ശിബിരത്തിൽ കുട്ടികളെ പരിശീലിപ്പിക്കും. ശിബിരം കാസർഗോഡ് മഠാധിപതി ബ്രഹ്മചാരി പ്രജിത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്രഹ്മചാരിണി സ്വർണ, പ്രിൻസിപ്പൽ സുമംഗല S നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. കോയമ്പത്തൂർ അമൃത വിശ്വപീഠം യോഗാചാര്യ ശിവകുമാർ യോഗ പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകി. KSRTCയെ സംരക്ഷിക്കണമെന്ന ആവശ്യം, AITUCയുടെ ആഭിമുഖ്യത്തിലുള്ള വടക്കൻ മേഖലാ ജാഥയ്ക്ക് കാസർകോട്ട് തുടക്കമായി. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ AITUC വടക്കൻ മേഖല വാഹന പ്രചരണ ജാഥ
വെള്ളിയാഴ്ച രാവിലെ കാസർഗോഡ് ബസ് സ്റ്റേഷനിൽ ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. 41% ഇപ്പോൾ പറയുന്നത് 41% DA കുടിശ്ശിക ഇപ്പോൾ നിലനിൽക്കുകയാണ്. എങ്ങനെയാണ് സാധാരണ വിലക്കയറ്റം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ ഏത് മേഖലയിൽ പ്രതി ആളുകൾക്ക് ജീവിക്കാൻ വഴികാണാത്ത സാഹചര്യത്തിൽ ട്രാൻസ്പോർട്ട് ജീവനക്കാരായ ആളുകൾ എല്ലാവർക്കും അറിയാമല്ലോ, കേരളത്തിലെ ട്രാൻസ്പോർട്ട് മേഖലയിലെ ജീവനക്കാർ പരിപൂർണമായി കോർപ്പറേഷനെ സേവിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ജനസേവന തൽപരതയോടുകൂടി നടത്തുന്ന പോസ്റ്റർ എല്ലാവർക്കും അറിയാം. അവർക്ക് വേണ്ട വരുമാനമാക്കി പി സദാശിവൻ ജാഥ ക്യാപ്റ്റനായ ജാഥ കണ്ണൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ പര്യടനം നടത്തിയ ശേഷം 27 വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിൽ സമാപിക്കും. സമാപന സമ്മേളനം CPI വയനാട് ജില്ലാ സെക്രട്ടറി വിജയൻ ചെറുകര ഉദ്ഘാടനം ചെയ്യും. KSRTCയെ സംരക്ഷിക്കുക, പെൻഷൻ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുക, 41% DA കുടിശ്ശിക അനുവദിക്കുക, എംപാനൽകാരെ സ്ഥിരപ്പെടുത്തുക, വർക്ക്ഷോപ്പുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് നേരെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മുഖം തിരിക്കുന്നതായി ആക്ഷേപം. അതൃപ്തി അറിയിച്ച് 5ാം ധനകാര്യ കമ്മീഷൻ. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിക്കുകയാണെന്ന് 5ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ BA പ്രകാശ്. കുടിവെള്ളം, മാലിന്യം, പൊതുമരാമത്ത്, തെരുനാശല്യം, പാർക്കിംഗ് സൗകര്യം എന്ന് വേണ്ട മനുഷ്യൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ആവശ്യമായി ഇടപെടാനോ വേണ്ട പ്രവർത്തനങ്ങൾ നടത്താനോ തയ്യാറാവുന്നില്ല. കാലവർഷക്കെടുതിയിൽ നാശനഷ്ടം സംഭവിച്ച സർക്കാർ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന തുക വർദ്ധിപ്പിക്കണമെന്നും കമ്മീഷൻ അഭിപ്രായപ്പെട്ടു. ഖരമാലിന്യങ്ങൾ, വേസ്റ്റ് ഡിസ്പോസൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. ദ്രവമാലിന്യം നീക്കം ചെയ്യുക, പൊതു മാർക്കറ്റുകൾ വൃത്തിയാക്കുക, സാംക്രമിക രോഗങ്ങളെ നിയന്ത്രിക്കുക, കൊതുക് നിവാരണ നടപടികൾ, തെരുവ് വിളക്കുകൾ വേണ്ടത്ര കൊടുക്കുക, ശവപ്പറമ്പുകളും ശ്മശാനങ്ങളും സംരക്ഷിക്കുക, നടത്തുക, പിന്നെ വാഹനങ്ങൾക്ക് പാർക്കിംഗ് താവളങ്ങൾ പണിയുക, വെയിറ്റിംഗ് ഷെഡുകൾ പണിയുക, പൊതുസ്ഥലങ്ങളിൽ കക്കൂസ് പണിയുക, പൊതുസ്ഥലങ്ങളിൽ അതോടൊപ്പം തന്നെ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുക, അറവ് കേന്ദ്രങ്ങൾ പണിയുക. ഇതിൽ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റീസിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മേഖലകളിൽ വേണ്ടത്ര ഒരു ശ്രദ്ധ പതിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഈ മേഖലയിൽ അവരുടെ മൊത്തത്തിലുള്ള പിന്നീട് അവരുടെ പ്രവർത്തനം ഒരു സാറ്റിസ്ഫാക്ടറി ആണെന്ന് പറയാൻ നിവൃത്തിയില്ല. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അനുവദിക്കുന്ന പദ്ധതിയിൽ ഗുണഭോക്താക്കളെ കണ്ടെത്തുമ്പോൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ വിമുഖത കാട്ടുന്നുണ്ടെന്നും കമ്മീഷൻ പറഞ്ഞു. ഹരിതവനം പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം മുള്ളേരിയിൽ നടന്നു. പച്ചപ്പിലേക്ക് കയ്യൊപ്പ് ചാർത്തി വിദ്യാർത്ഥികൾ ഭൂമിക്ക് കുടചൂടുന്നു. അക്ഷരങ്ങൾ പഠിച്ചെടുക്കുന്ന അതേ ആവേശത്തോടെ പച്ചപ്പിന്റെ പുതിയ ലോകം തേടാൻ വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങിയപ്പോൾ ഒടുവിൽ അത് ഔഷധങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സുന്ദരമായ തോട്ടമായി മാറി. മുള്ളേരിയ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മരവും സസ്യങ്ങളും നട്ടുവളർത്തി പുതിയ പാഠം പകരുന്നത്. ഒരേക്കറോളം സ്ഥലത്താണ് വിദ്യാർത്ഥികളുടെ ഹരിത വിപ്ലവം. നാഷണൽ സർവീസ് സ്കീം, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പ്, കേരള സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് വ്യാഴാഴ്ച രാവിലെ ഹരിതവനം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പദ്ധതി NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. മനുഷ്യനെ തീർച്ചയായും പ്രകൃതിയോട് ഇണങ്ങിച്ചേരാൻ കഴിയുമ്പോഴാണ് തീർച്ചയായും ആ പ്രകൃതി മനുഷ്യനെ സ്നേഹിക്കുക, ലോകത്തെ സ്നേഹിക്കുക. അപ്പൊ പ്രകൃതിയെ നമ്മൾ ഇങ്ങനെ വേണ്ട വിധത്തിൽ സ്നേഹിക്കാതിരിക്കുമ്പോഴും ആ പ്രകൃതി നേരെ നമ്മളിങ്ങനെ ആക്രമണം അഴിച്ചു വരുമ്പോഴും ആ പ്രകൃതി ശോഭിക്കുകയും ഇപ്പോ നമ്മുടെ നിലനിൽപ്പിന് ആധാരമായ പ്രകൃതി നമ്മെ നാശത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇപ്പോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ മനുഷ്യന് ദീർഘായുസ്സുണ്ട് ഇന്നത്തെ ഈ കാലത്ത്. ഇപ്പൊ നമ്മുടെ ഇടയിൽ 70 വയസ്സായ ആൾ ജീവിക്കുന്നുണ്ട്, 80 വയസ്സായ ആളുകൾ ജീവിക്കുന്നുണ്ട്, 90 വയസ്സായ ആൾ ജീവിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് മനുഷ്യന് ആയുസ്സുണ്ട് എന്നാണ്. പക്ഷെ നമുക്ക് എന്താണ് ഇല്ലാത്തത്? നമ്മുടെ ആരോഗ്യത്തിന് ആയുസ്സില്ല. സ്കൂൾ കുട്ടികൾക്കും മറ്റും പഠനം നടത്തുന്നതിനായി സംസ്ഥാന മെഡിസിനൽ പ്ലാന്റ് ബോർഡിന്റെ സഹകരണത്തോടെ ഔഷധ സസ്യ പ്രദർശനത്തോട്ടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും നടന്നു. ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ, റീജിയണൽ മെഡിസിനൽ പ്ലാന്റ് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ KG ശ്രീകുമാർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. NSS സെൽ സംസ്ഥാന പ്രൊജക്ട് ഓഫീസർ VG നിരേഷ് NSS സന്ദേശം ചൊല്ലിക്കൊടുത്തു. കാറഡുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് BM പ്രദീപ് അധ്യക്ഷത വഹിച്ചു. സുജാത R തന്ത്രി, M ജനനി, A വിഷ്ണു ഭട്ട്, കുഞ്ഞമ്പു നമ്പ്യാർ, A സജ്ന, K ബാലകൃഷ്ണ റായ്, M തിമ്മയ്യ, CK കുമാരൻ, KV രാജേഷ്, M രത്നാകര, രേണുകാദേവി, P ബിന്ദു, KV ജഗന്നാഥൻ, P രതീഷ് കുമാർ എന്നിവർ സംബന്ധിച്ചു. പരിസ്ഥിതി സെമിനാറിൽ അനിൽ വെള്ളേരി ക്ലാസ് എടുത്തു.
ബാനം ഗ്രാമശ്രീയുടെ നാടൻപാട്ട് പച്ചപ്പിന്റെ ഹൃദ്യതയ്ക്ക് ഇമ്പമേകി. എന്നാൽ നോട്ടീസിൽ ഉദ്ഘാടകൻ എന്ന് പേരുണ്ടായിട്ടും മന്ത്രി KP മോഹനന്റെ അഭാവം ശ്രദ്ധേയമായി. ഓണസദ്യയ്ക്ക് ജൈവ പച്ചക്കറി ഒരുക്കാൻ മടിക്കൈ പഞ്ചായത്തിൽ ഒരുക്കങ്ങൾ തുടങ്ങി. ഓണത്തിന് ഒരു മുറം ജൈവ പച്ചക്കറി പദ്ധതിയിലൂടെയാണ് പ്രവർത്തനത്തിന് തുടക്കമായത്. മടിക്കൈ സർവീസ് സഹകരണ ബാങ്ക്, ഫാർമേഴ്സ് ക്ലബ്ബ്, മടിക്കൈ ആത്മ, ഹാർമർ എക്സ്റ്റൻഷൻ ഓർഗനൈസേഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി തുടങ്ങിയത്. തിരഞ്ഞെടുക്കപ്പെട്ട 20 സ്വയം സഹായ സംഘങ്ങളാണ് മടിക്കൈയിൽ പച്ചക്കറി ഒരുക്കാൻ നേതൃത്വമേകുന്നത്. കാഞ്ഞങ്ങാട് ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ കർഷകരുടെ ക്ഷേമം ലക്ഷ്യമാക്കി ആരംഭിച്ച മടിക്കൈ ആത്മ, ഹാർമർ എക്സ്റ്റൻഷൻ ഓർഗനൈസേഷന്റെ സേവനവും പച്ചക്കറി കൃഷി ഒരുക്കുന്നതിനുണ്ടാവും. പദ്ധതിയുടെ ഉദ്ഘാടനം മലപ്പച്ചേരിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി നിർവഹിച്ചു. മഴ ഒലിച്ചൊരുന്ന മഴയാണ്. ഇന്ന് മാത്രമാണ് നമുക്ക് ഒരുപക്ഷെ ഈ മൺസൂൺ കാലത്ത് ഇത്രയും നല്ലൊരു മഴ ലഭിച്ചിട്ടുണ്ടാവുള്ളൂ. കർഷക പ്രത്യേകിച്ച് കൃഷിയുടെ ഭാഗമായി നടത്തുന്ന ഈ ഒരു പരിപാടി നടത്താനുള്ള നല്ല ഒരു കാലാവസ്ഥ കൂടിയാണ്. ഫാർമേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് K രാജൻ അധ്യക്ഷനായി. മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് S പ്രീത, ആത്മ പ്രൊജക്ട് ഡയറക്ടർ ശിവരാമകൃഷ്ണൻ, സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ K സഞ്ജീവ് കർത്ത, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തനാട്ട് രാജൻ, ബേബി ബാലകൃഷ്ണൻ, ജോൺ അലക്സ്, സജിനി മോൾ, S രമേശ് കുമാർ, KV കുമാരൻ, M രാജൻ, ശശീന്ദ്രൻ മടിക്കൈ, C പ്രഭാകരൻ, കരുവാക്കോൽ ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ഫാർമേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി A രാജൻ സ്വാഗതവും TP തമ്പാൻ നന്ദിയും പറഞ്ഞു. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. പന്ത്രണ്ട് കുപ്പി വിദേശമദ്യവുമായി യുവാവ് അറസ്റ്റിൽ. വേളയിലെ ബാലകൃഷ്ണനാണ് അറസ്റ്റിലായത്. കാറ്റിലും മഴയിലും വീട് തകർന്നു. ചേടേക്കാൽ നഴ്സറി സ്കൂളിന് സമീപത്തെ രാജീവിയുടെ വീടാണ് തകർന്നത്. ബദിയടുക്ക CHCയുടെ ശോചനീയാവസ്ഥ. ഉന്നതതല യോഗം ശനിയാഴ്ച നടക്കും. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് മാർച്ച് ഈ മാസം 29-ന് നടക്കും. സംസ്ഥാനത്തെ ഗ്രന്ഥശാലകളെ ശക്തിപ്പെടുത്താൻ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ഗ്രന്ഥശാല സംഘം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ജില്ലാ ലൈബ്രറി കൗൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രന്ഥശാല പ്രസ്ഥാനത്തോട് സർക്കാർ ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കില്ലെന്ന പ്രതീക്ഷയാണ് തങ്ങൾക്കുള്ളതെന്ന് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. സർക്കാരിന് മുന്നിൽ പുതിയ പദ്ധതികൾ സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചില വഴികാട്ടികളായി പ്രവർത്തിക്കാനുമാണ് അതിന്റെ മേലെയുള്ള നേതൃത്വ സംവിധാനങ്ങൾ. താലൂക്ക് കൗൺസിലുകളായാലും ജില്ലാ കൗൺസിലായാലും സംസ്ഥാന കൗൺസിലും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം ഗ്രന്ഥശാലകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നടക്കുന്ന ഗ്രന്ഥശാല തലത്തിലാണ്. അപ്പോൾ ഗ്രന്ഥശാല തലത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതായിരിക്കും ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി, ഏറ്റവും പ്രധാനപ്പെട്ട മുന്നുപാധി എന്ന തിരിച്ചറിവാണ് ഈ വ്യത്യാസങ്ങൾ ബഡ്ജറ്റ് അലൊക്കേഷനിൽ വരുത്താൻ പ്രേരിപ്പിച്ച തിരിച്ചറിവ്. കാഞ്ഞങ്ങാട് നടന്ന ജില്ലാ കൗൺസിൽ യോഗത്തിൽ ഡോക്ടർ P പ്രഭാകരൻ അധ്യക്ഷനായി. ഗ്രന്ഥശാല സംഘം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ ബഡ്ജറ്റ് വിശദീകരണം നടത്തി. ജോർജു T ജോൺ, വാസു ചോറോട്, PVK പനയാൽ, T രാജൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഞ്ചംഗ കുടുംബത്തിന്റെ തിരോധാനം. ദുരൂഹതകൾ അഴിയുന്നു. ഉദയന്റെ ഭാര്യ സഹോദരി പീഡനത്തിനിരയായി. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനം. നാടെങ്ങും വിവിധ പരിപാടികൾ. KSRTCയെ സംരക്ഷിക്കണമെന്ന ആവശ്യം. AITUC വടക്കൻ മേഖലാ ജാഥയ്ക്ക് കാസർകോട്ട് തുടക്കം. ജനങ്ങളുടെ ആവശ്യങ്ങൾക്കു നേരെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മുഖം തിരിക്കുന്നുവെന്ന് ആക്ഷേപം. അതൃപ്തിയുമായി 5ാം ധനകാര്യ കമ്മീഷൻ. ഹരിതവനം പദ്ധതിക്ക് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം കാസർകോട്ട്. പച്ചപ്പേലേക്ക് കയ്യൊപ്പ് ചാർത്തി വിദ്യാർത്ഥികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.